കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കനാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചൈനീസ് ഡിഷാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്യാവുന്നതാണ്. 250 ഗ്രാം ചിക്കനാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് ഈ സൈസിലാണ് ഞാൻ നുറുക്കിയെടുത്തേക്കുന്നത്. അത് എല്ലില്ലാത്ത പീസാണ് ഏറ്റവും നല്ലത്, എന്നാലേ മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇനി മസാല തയ്യാറാക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് എടുക്കുന്നത്. ഇനി നമുക്ക് മൈദ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മൈദ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് 1 സ്പൂൺ ചേർക്കാം. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി 1 സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി കറിയാക്കുമ്പോഴും നമുക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കൻ പുരട്ടി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് പിടിക്കും ഇരുന്ന്. എന്നിട്ട് വേണം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട്. ആയിട്ട് പിടിക്കാൻ വേണ്ടി ഇറച്ചി നമുക്ക് മസാലയിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഉപ്പൊന്ന് നോക്കാം. ഉപ്പുണ്ട്. 15 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കതെടുത്ത് ഫ്രൈ ചെയ്യാം. എണ്ണ നല്ലോണം ചൂടായിട്ട് വേണം ഇടാനായിട്ട്. ഓരോ കഷ്ണങ്ങളിങ്ങനെ പെറുക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കണമാണ് നല്ലതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തേക്ക് അരപ്പൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കണം. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മുഴുവനും കൂടി ഒരുമിച്ച് ഇടയത് ചിലപ്പോൾ കട്ട പിടിക്കും. പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് കട്ട പിടിക്കും. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് വേണം നമ്മൾ വറുക്കാനായിട്ട്. ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് ആവുന്നത്. നമുക്കത് ഒരുപാട് മൊരിഞ്ഞും പോകരുത്. ഒരുപാട് മൊരിഞ്ഞു പോയാലും ടേസ്റ്റ് കുറയും അതിൻ്റെ. ഒരു സെറ്റ് ആയിട്ടുള്ള നമുക്കതൊന്ന് എടുത്ത് മാറ്റാം. അടുത്തതും കൂടി ഇതേപോലെ ഇട്ട് കൊടുക്കാം നമുക്ക്. ചോറിൻ്റെ വറുത്ത് വയ്ക്കാൻ പറ്റും. ഇങ്ങനെ തന്നെ തിന്നാനും നല്ല ടേസ്റ്റാണത്. എന്നുവെച്ചാൽ മുട്ടയും കോൺഫ്ലവറും മൈദയും സോസും ഒക്കെ ചേർത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. നമുക്ക് സോസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ എടുക്കാൻ പോണ ടൊമാറ്റോ സോസാണ്. റെഡ് ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ, സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, വിനാഗിരി 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. എല്ലാം നന്നായിട്ട് ഉണ്ട്. ഉപ്പുണ്ട്, പുളിയുണ്ട്, എരിവുണ്ട്, എല്ലാം ഉണ്ട്. ഒരു സവാള നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് സ്ക്വയറായിട്ട്. ക്യാപ്സിക്കം 1 അതേപോലെ തന്നെയാണ് നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നത്. ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. ഇത്ര സാധനങ്ങൾ നമ്മൾ ഇതിനായിട്ട് എടുത്തേക്കണം. നമ്മുടെ പാത്രം ചൂടായിട്ട് നമുക്ക് 1 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം.
നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല പ്രത്യേക ഒരു മണവും രുചിയൊക്കെ കിട്ടും. അതിന് വേണ്ടിയാണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പച്ചമുളകൊന്ന് മാറിയാൽ മതി. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. സവാള ഒന്ന് പതുക്കെ കടിക്കണത് നല്ലതാണ്. പച്ചമുളക് ഇടാം. ഇവിടെ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇതൊരുമാതിരി ഇതായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനകത്തേക്ക്, ചൂടുവെള്ളം. ഈ കുക്ക് ചെയ്ത സാധനത്തിലേക്ക് നമ്മൾ ഒരിക്കലും തണുത്ത വെള്ളം ഒഴിക്കരുത്. രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊടി ഒരു കോൺഫ്ലവർ കലക്കി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയതാണത്. അത് നമുക്ക് നമ്മുടെ ഇണക്കം പോലെ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ഒഴിക്കും തോറും ഇതിങ്ങനെ കുറി വരും. ഇത് നമ്മുടെ ഗ്രേവിയുടെ എന്തോരം വേണമെന്നനുസരിച്ച് നമുക്കത് ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് അടച്ചു വയ്ക്കാം. മധുരം ഇച്ചിരി മുമ്പിൽ നിൽക്കണം. ഇതിന് മധുരം തന്നെയാണ് മുമ്പിൽ നിൽക്കണത്. കൊള്ളാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ചില്ലി ചിക്കൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.